ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അമൽ റോയ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഹാവ് മോർ ദാൻ 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കാം, എന്തൊക്കെ ടോപ്പിക്സ് ആണ് വെബ് ഡെവലപ്മെൻറ്റിലുള്ളത്, എന്തൊക്കെ ലാംഗ്വേജസ് ഉണ്ട്, ഏതൊക്കെ റിസോഴ്സസ് യൂസ് ചെയ്ത് വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കാം. ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുക. നമുക്കറിയാം വെബ് ഡെവലപ്മെൻറ്റ് ഒരു ഹോട്ട് സ്കില്ലാണെന്ന്. ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സ്കില്ലാണ് വെബ് ഡെവലപ്മെൻറ്റ്. വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കുന്നത് നിങ്ങളെ ഇന്റേൺഷിപ്സിനും പ്ലേസ്മെൻറ്റ്സിനും ഫ്രീലാൻസിങ്ങിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വെബ് ഡെവലപ്മെൻറ്റിനെ മെയിൻലി രണ്ടായിട്ട് തരംതിരിക്കാം, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും. നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു പാർട്ടിനെ ഫ്രണ്ട് എൻഡ് എന്ന് പറയും. ഫ്രണ്ട് എൻഡിൽ മെയിൻലി 3 ലാംഗ്വേജസ് ആണ് ഉള്ളത്: HTML, CSS, JavaScript. നിങ്ങൾ കാണുന്ന ആ വെബ്സൈറ്റിലെ കണ്ടന്റിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക HTML എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ആ വെബ്സൈറ്റിന്റെ ലുക്സിനെ അല്ലെങ്കിൽ സ്റ്റൈൽസിനെ ഡിഫൈൻ ചെയ്യുന്ന ലാംഗ്വേജ് ആണ് CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. ആ വെബ്സൈറ്റിൽ ഒരു ബട്ടൺ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ ലോജിക്കിനെ ഡിഫൈൻ ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ഫ്രണ്ട് എൻഡിൽ നിങ്ങൾ ഈ 3 ലാംഗ്വേജസ് ഏറ്റവും ആദ്യം പഠിക്കണം: HTML, CSS, JavaScript. അതിനുശേഷം നിങ്ങൾ ഫ്രണ്ട് എൻഡിൽ തന്നെ ഉള്ള ലൈബ്രറീസ് അല്ലെങ്കിൽ ഫ്രെയിംവർക്സ് എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് ഉള്ള കുറച്ച് ലൈബ്രറീസ് ആൻഡ് ഫ്രെയിംവർക്സ് നോക്കാം. റിയാക്ട്, Vue.js, Svelte, Angular. ഈ 4 ലൈബ്രറീസ് അല്ലെങ്കിൽ ഫ്രെയിംവർക്സ് ആണ് നമുക്ക് ഫ്രണ്ട് എൻഡിൽ കോമൺലി യൂസ് ചെയ്ത് കാണാറുള്ളത്. ഇതിൽ പേഴ്സണൽ പ്രിഫറൻസ് എൻ്റേത് റിയാക്ട് ആണ്. ഞാൻ റിയാക്ട് ആണ് കൂടുതൽ സജസ്റ്റ് ചെയ്യാറ്. എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് റിയാക്ട് എന്ന് പറഞ്ഞ ആ ലൈബ്രറിയിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്ന് തോന്നുന്നു. മെയിൻലി കൂടുതലും സ്റ്റാർട്ടപ്സ് റിയാക്ട് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്പ് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ റിയാക്റ്റിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റിയാക്ട് ആണ് സജസ്റ്റ് ചെയ്യുക. ഇനി ബാക്കെൻഡിലോട്ട് വരുമ്പോൾ, ബാക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ ഒരു ഫോം ഉണ്ടെന്ന് വിചാരിച്ചോ. ആ ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡേറ്റ എല്ലാം നമ്മൾ ബാക്കെൻഡിൽ സ്റ്റോർ ചെയ്യും. സത്യത്തിൽ അവിടെ സംഭവിക്കുക, നിങ്ങൾ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കെൻഡിലുള്ള ഒരു API കോളാവും. ഈ APIയിൽ ആ സ്റ്റോർ ചെയ്യാനുള്ള ലോജിക്ക് എഴുതിയിട്ടുണ്ടാവും. സ്റ്റോർ ചെയ്യുക ഒരു ഡേറ്റാബേസിലോട്ടായിരിക്കും. ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ബാക്കെൻഡ് എന്ന് മീൻ ചെയ്യുന്നത്. ബാക്കെൻഡിൽ നമുക്ക് Node.js ഉണ്ട്. സിമിലർലി ബാക്കെൻഡിൽ പൈത്തൺ ബേസ് ചെയ്ത് നമുക്ക് Django ഉണ്ട്. ജാവ ബേസ് ചെയ്ത് Spring ഉണ്ട്. ഇതാണ് പോപ്പുലർ ആയിട്ടുള്ള 3 ചോയ്സസ്: പൈത്തൺ, Django, ജാവ സ്പ്രിംഗ്, ജാവാസ്ക്രിപ്റ്റ്, Node.js. ഇതിൽ ഞാൻ Node.js ആണ് സജസ്റ്റ് ചെയ്യാറ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ഫ്രണ്ട് എൻഡിൽ അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫ്രെയിംവർക്സ് അല്ലെങ്കിൽ ലൈബ്രറീസിലോട്ട് സ്വിച്ച് ചെയ്യുക വളരെ എളുപ്പമായിരിക്കും. മെയിൻലി ലോജിക്സ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇനി ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്ത് പോപ്പുലർ ആയ 2 സ്റ്റാക്സ് ഉണ്ട്: മീൻ സ്റ്റാക്കും മേൺ സ്റ്റാക്കും. മീൻ സ്റ്റാക്കിൽ ഡേറ്റാബേസ് ആയിട്ട് MongoDB ആയിരിക്കും വരിക. പിന്നെ എക്സ്പ്രസ്, ആംഗുലർ, Node.js. എക്സ്പ്രസും Node.jsഉം MongoDB ആയിരിക്കും ബാക്കെൻഡിൽ വരിക. ആംഗുലർ ആയിരിക്കും ഫ്രണ്ട് എൻഡിൽ വരിക. പിന്നെ മേൺ സ്റ്റാക്കിൽ MongoDBയും എക്സ്പ്രസും റിയാക്റ്റും Node.jsഉം ആയിരിക്കും വരിക. MongoDBയും എക്സ്പ്രസും Node.jsഉം ആയിരിക്കും ബാക്കെൻഡിൽ, റിയാക്റ്റ് ആയിരിക്കും ഫ്രണ്ട് എൻഡിൽ. പിന്നെ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻലി പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. സിമ്പിൾ ആയിട്ടുള്ള പ്രൊജക്ട്സ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് HTML, CSSഉം ജാവാസ്ക്രിപ്റ്റും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് റിയാക്ട് പോലെയുള്ള ലൈബ്രറീസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ വെബ്സൈറ്റിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാം. അത് കഴിഞ്ഞ് ആ വെബ്സൈറ്റിന് ഒരു ബാക്കെൻഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ബാക്കെൻഡിൽ മെയിൻലി പല ഫ്രെയിംവർക്സ് ഉണ്ട്. അതിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തുള്ള ഫ്രെയിംവർക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൈത്തൺ ബേസ് ചെയ്തുള്ള ഫ്രെയിംവർക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജാവ യൂസ് ചെയ്തുള്ള ഫ്രെയിംവർക്സ് യൂസ് ചെയ്യാം. ഞാൻ സജസ്റ്റ് ചെയ്യുക ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തുള്ള ഫ്രെയിംവർക്സിനെ ആയിരിക്കും. ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ ചെയ്തു വെച്ച ആ വെബ്സൈറ്റിനെ
കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും പൂർത്തീകരിക്കുക. അതിനുശേഷം അതിനെ ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു സൈറ്റിൽ ഡിപ്ലോയ് ചെയ്യുക. നെറ്റ്ലിഫൈ, വേഴ്സൽ, അങ്ങനെ കുറേ സൈറ്റ്സ് അവൈലബിൾ ആണ്, അതിൽ ഡിപ്ലോയ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഗിറ്റ് വേർഷൻ കൺട്രോൾ സിസ്റ്റം പഠിക്കുക. നമ്മൾ മിക്ക കമ്പനീസിലും യൂസ് ചെയ്യുന്ന ഒരു വേർഷൻ കൺട്രോളാണ് ഗിറ്റ്. അതുപയോഗിച്ച് ഒരു പ്രൊജക്റ്റിൻ്റെ ഹിസ്റ്ററി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ട്രാക്ക് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ പഠിക്കുക. എന്തൊക്കെ കൈൻഡ് ഓഫ് പ്രൊജക്ട്സ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല സൈറ്റ്സിൻ്റെ ക്ലോൺസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ എക്സാക്ട് UIയും ഇൻ്റർഫേസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നേരം ഫേസ്ബുക്കിൻ്റെ ആ സെയിം ഫ്രണ്ട് എൻഡ് നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിൻ്റെ ആ ബാക്ക് എൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈറ്റ് എടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും സ്വയം ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ ഈ ലാംഗ്വേജസ് എല്ലാം എങ്ങനെ പഠിക്കാം? യൂട്യൂബ് ഒരു നല്ല റിസോഴ്സാണ്. യൂട്യൂബിൽ ഒട്ടനവധി വീഡിയോസ് ഉണ്ട് വെബ് ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബിലുള്ള വീഡിയോസ് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. പിന്നെയുള്ള ബെസ്റ്റ് സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡ് മാസ്റ്റേഴ്സ്. ഫ്രണ്ട് എൻഡിന് ഏറ്റവും നല്ല ഒരു വെബ്സൈറ്റ് ആണ് ഫ്രണ്ട് എൻഡ് മാസ്റ്റേഴ്സ്. നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഗിറ്റ്ഹബിൻ്റെ സ്റ്റുഡൻറ്റ് എഡ്യൂക്കേഷൻ പാക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്രണ്ട് എൻഡ് മാസ്റ്റേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ റെഡിയാകാം. സിമിലർലി ഡാറ്റ ക്യാമ്പിൻ്റെ സബ്സ്ക്രിപ്ഷനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഡാറ്റ ക്യാമ്പും നല്ലൊരു സൈറ്റാണ്. പിന്നെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻസ് ഓരോ ഫ്രെയിംവർക്സിൻ്റെയും ലൈബ്രറീസിൻ്റെയും നോക്കിയിട്ട് പഠിക്കുക. പിന്നെ യുഡാസിറ്റി നല്ലൊരു റിസോഴ്സാണ്. പിന്നെ കോഴ്സ്റ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അതും നല്ലൊരു റിസോഴ്സാണ്. ഇവിടെയെല്ലാം ഒട്ടനവധി കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു കോഴ്സ് എടുക്കുക. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. യുഡിമി മറ്റൊരു റിസോഴ്സാണ്. കുറേ ഇൻസ്ട്രക്ടേഴ്സിൽ നിന്നുള്ള വെബ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് വീഡിയോസ് യുഡിമിയിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യുഡിമിയും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഡോക്യുമെൻറ്റേഷനിലോട്ട് വരുമ്പം W3 സ്കൂൾസ് നല്ല ഒരു റിസോഴ്സാണ്. ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻസ് തന്നെ റെഫർ ചെയ്യുക. പിന്നെ മീഡിയം ബ്ലോഗ്സ്, അതെല്ലാം വളരെ നല്ല റിസോഴ്സാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ടോപ്പിക്സ് ഓരോരോ ലാംഗ്വേജസിൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞു തരാം.